ഗൈസ്, വെൽക്കം ടു ഗാസ്ട്രോളർ മൂവി മീഡിയ. ഞാൻ പിന്നെ ഒരു പടം കണ്ടിരുന്നു. അതിൻ്റെ റിവ്യൂ ഉണ്ടാകാൻ വന്നത്. എന്നാൽ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയാണ്. പടത്തിൻ്റെ പേര് കൊണ്ടൻ എന്നാണ് സിനിമയുടെ പേര്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആൻ്റണി വർഗീസ് പെപ്പെ, രാജ് ബി ഷെട്ടി, ഷബീർ കലരക്കൽ, ജമീൻ നായർ, പിന്നെ സതീഷ് ഏട്ടൻ, അറിയായിരിക്കില്ല ആരാ, പിന്നെ മണികണ്ഠൻ ആചാരി എന്നിവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടിപൊളി പടം. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അജിത് മംപള്ളി എന്തോ അങ്ങനെ ഒരാളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പുതുമുഖ സംവിധായകനെന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂട. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സോഫിയ പോളാണ്. അറിയാലോ ആരാണ്. നമ്മുടെ ഏതായിരുന്നു പടത്തിൻ്റെ പേര്? ബാഗ് ഓഫ് ടേസ്റ്റ്, മിന്നൽ മുരളി, പിന്നെ അവസാനം ആർഡിയൻസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാംസിയസ്, അറിയായിരിക്കുമല്ലോ. കൈദി, വിക്രം വേദ, പിന്നെ വിക്രം വേദയുടെ ഹിന്ദി അല്ലാണ്ട് ഉദ്ദേശിച്ചത് തമിഴാണ്. പിന്നെ എൻ്റെ ആർഡിയൻസ് ബാൻഡ്രയിൽ BG അത്ര ഷോകായിരുന്നു. BG പാട്ടും ഷോക്ക് കറക്കെ കേട്ടോണ്ടിരിക്കാൻ നല്ല വേറെ കാര്യമുണ്ടായിരുന്നില്ലേ. പക്ഷേ കമ്പാക്ക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കമ്പാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ട് ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂട. 50 സ്റ്റണ്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും കൊള്ളാം. പിന്നെ പെർഫോമൻസസ് വൈസ് സൂപ്പർ, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് ലാഗ്സ് ഉണ്ട്. അതിനാൽ ഫസ്റ്റ് ഹാഫ് ഇറ്റ്സ് ആവറേജ് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഇൻ ദ സെക്കൻഡ് ഹാഫ് പൊളിച്ചടുക്കി. സ്റ്റോറി എന്താണെന്ന് മനസ്സിലായി. സ്റ്റോറി മീൻസ് ഒരു യൂഷ്വൽ റിവെഞ്ച് പ്ലോട്ടാണ്. പിന്നെ ആൻ്റണി പെപ്പയുടെ ചേട്ടനായിട്ടാണ് രാജ് ബി ഷെട്ടി അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് എന്തോ അദ്ദേഹത്തെ കാണിക്കണുള്ളൂ. നല്ല മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ പെപ്പയും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഗൗതമി നായർന്നുണ്ടോ പേരെന്ന് തോന്നുന്നുണ്ട്. മറ്റേതിൽ വണ്ടിയുടെ പേര് എന്താണ്, നെക്ലസ്, എന്താണ് എൻ്റെ പേര്, ഡയമണ്ട് നെക്ലസ് ഫസ്റ്റ് ഹാഫിൽ വരുന്ന വണ്ടിയാണ്. ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവിടെ നടിയുടെ പേര് ഗൗതമി നായർന്നാണ് പേര് തോന്നുന്നു, എനിക്കറിഞ്ഞൂട. അതാണ് ഗൗതമി ഇല്ലെങ്കിൽ ഗന്തിയതാണെന്നത് എന്നൊരു സംശയമുണ്ട്. ഞാനിതോട്ടെ. പിന്നെ എഡിറ്റിങ് സൂപ്പർ, സിനിമാറ്റോഗ്രഫി ആര് ചെയ്തിരിക്കുന്ന അറിഞ്ഞൂട, നല്ല ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പൈസ എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പടം കാണാത്തവരുണ്ട്, കണ്ടവരുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി പറയാണ്. ഷബീർ കലരക്കൽ ഈ പടത്തിലുള്ള ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിലന്ന്. ചിലവർക്ക് അവരുടെ ഈ പേര് കേൾക്കുമ്പോൾ അത് ആരുടെ എന്നവർ ചോദിക്കണവരുണ്ടാകും. അതാരാന്ന് ചോദിച്ചാൽ സർപ്പട്ട പരമ്പരയിലൊരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ആരുടെ പടത്തിൽ. പിന്നെ ടെഡിയിൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാന വേഷമല്ല, ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് അയാളുടെ അവസാനത്തെ 2 പടം ഫ്ലോപ്പായിരുന്നു. അതേതാണെന്ന് നമുക്കറിയാമല്ലോ. വേറെ ഏത്, കിങ് ഓഫ് കൊത്തയിൽ നാസാമിരങ്കി, കിങ് ഓഫ് കൊത്തയിൽ കണ്ണൻ ബൈ വില്ലൻ ഒരു ആഗ്രഹിക്കും കൊള്ളില്ലായിരുന്നു. പിന്നെ നാസാമിരങ്കിലെ വില്ലൻ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ കളിക്കില്ല. അതൊക്കെ എന്ത് കോമഡിയാണ്. കോമഡി വല്ല ഈ 2 പടത്തിന് ശേഷം അങ്ങനെ കമ്പാക്ക് എടുത്തിട്ടുണ്ട്. സൂപ്പർ, അങ്ങനെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. മണികണ്ഠൻ ആചാര്യ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമാണ് മണികണ്ടത് വിഷമം വന്നു. പിന്നെ VFX ചെയ്തവനൊക്കെ കൈ കൂപ്പേണ്ടി വരും സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിൽ VFX ഷോകായിരുന്നു. വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്ന സംഭവം ഇത്രയൊന്നും നല്ലതായിട്ട് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. മീൻസ് ആ ഷാർക്കിൻ്റെ സീൻ ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ആ ഷാർക്കിൻ്റെ സീനിലൊരു സംഭവം ഉണ്ട്. അതിൽ മീൻസ് ക്ലൈമാക്സിലാണ് സീൻ വരണം. മീൻസ് ഇവർ അന്ന്
മഞ്ജു തൊഴിലാളിയാണെന്ന് നിനക്കറിയായിരിക്കും ഈ പടം കണ്ടവർക്ക്. അപ്പോൾ ഇങ്ങനെ വേറൊരാളും കൂടി അത് കൊല്ലാൻ വരുന്നു. അപ്പോൾ ആളെ തന്നെ കടിക്കുന്നു. അപ്പോൾ ദേശം നേരിട്ട് മറ്റേ ഫൈറ്റ് നടക്കുക, ക്ലൈമാക്സ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒറ്റൻ്റെ ഇതിൽ ഒരു ഷാർക്ക്, 2 ഷാർക്ക് ഉണ്ടാവും. അതിലൊരു ഷാർക്കിൻ്റെ നമ്മുടെ മറ്റേ സീൻ ഇഷ്ടേ പുലിമുരുകൻ്റെ സീൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുലിമുരുകൻ്റെ സീൻ അമ്മ അത് കൊപ്പിടിച്ചിട്ടുണ്ട്. എന്തിന് പക്ഷെ പൊളിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. എന്തിനോ കണ്ട് ചെയ്തു പക്ഷെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. വിചാരിച്ചല്ല പുലിമുരുകൻ്റെ സീനൊന്നും വരുന്നത് ഈ പടത്തിൽ. എന്തായാലും പുലിമുരുകൻ അത് ഏത് സീനാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. മറ്റേ ക്ലൈമാക്സിൽ മറ്റേ പുലി നമ്മുടെ മോഹൻലാലിനെ കടിക്കാൻ വരുമ്പോൾ ഒരു ചാട്ടം ചാടാണ്ട് ഒരു ചാട്ടം ചാടിയിട്ട് ഒരു എറിയുണ്ട് ഒരു കുന്തം, ഒരു കുന്തമല്ല ശൂലം. അതേപോലെ അതിലും ഒരു ശൂലെടുത്തിട്ട് ഒറ്റയായിരുന്നു ഒരു ആക്കിൻ്റെ അടുത്ത് അടിക്കും. എന്നിട്ട് ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കൂടി വില്ലന്മാർ മീൻസ് സതീഷ് ഏട്ടനിലാണ്, ദീർഘതരക്കിലും എല്ലാം കാണും. പിന്നെ വേറെ തന്നെ ഉണ്ട്, എൻ്റെ പേരെനിക്ക് അറിയണം. അയാളെടുത്തിട്ട് വന്ന് കടലെടുത്ത് എറിയും, പുഴയിലെടുത്ത് എടുത്തെറിയും. അല്ല സോറി, പുഴയല്ല കടലിലേക്ക് എടുത്തെറിയും. അപ്പോൾ കടലമ്മ ആക്കിക്കോളി ഇവന്മാരുടെ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ അടുത്തേക്ക് വേറെ എറി, സതീഷ് ചേട്ടൻ്റെ അടുത്തേക്ക് ഒറ്റ എറി വന്ന് ചേട്ടനെ കൊന്നത് രജബി ചേട്ടൻ വേറെ എറി. അത് ഫ്ലാഷ് ബാക്കിൽ അത് പറയാനുണ്ട് കേട്ടോ ഈ പടത്തിൽ. സതീഷ് ചേട്ടൻ്റെ അടുത്തേക്ക് ഒറ്റ എറി, ഒരു വേറെ ഷൂരെടുത്ത് ഒറ്റ എറി ആളിയാവാറായപ്പോൾ ഒരു ഷാർക്ക് ഒറ്റ വിഴുങ്ങി. അപ്പോൾ അവിടെ നിന്ന് പോസ്റ്റ് ക്രെഡിറ്റ്സ് വേണ്ടി ചേട്ടനിരിക്കണം, ആൻ്റണി വെപ്പ ഇരിക്കണം എന്നൊക്കെ ചേട്ടൻ മീൻസ് രാജീവ് ചേട്ടിയായിട്ട് ചേട്ടൻ അറിയാം. എന്നാൽ ഞാൻ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടി പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെ ഇരിക്കണം, നമ്മൾ ആൻ്റണി വെപ്പ ഇരിക്കണം, അതായിരിക്കണം. ഞാൻ പല അവസാനിപ്പിച്ചിരുന്നു പൊളിച്ച്. എന്തായാലും ഞാൻ പറഞ്ഞില്ല, നെഗറ്റീവ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാപ്സ് ഉണ്ടായിരുന്നു. ചില സീൻസൊക്കെ നെഗറ്റീവായിട്ട് വന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിലെ വിഷ്വൽ എഫക്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. വേറെ നെഗറ്റീവ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പടം ഇഷ്ടപ്പെട്ടവരുണ്ടോ അവർ അവരുടെ അഭിപ്രായം പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള castrolder/866 എന്ന് പറയുന്നത് 866 എന്നാണ്. ഡബിളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ്. ആണെങ്കിൽ ഇതിലൂടെ ക്ലിയർ ആകാത്തവരുണ്ടെങ്കിൽ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഈ അവസാനിപ്പിക്കുന്നത് ഡെൽറ്റ ബൈ ബൈ ഡെൽറ്റ ബസ്കസ്.